ഭൂമിയിൽ നമ്മളൊരു മരം നട്ടാൽ അത് പതിയെയാണ് വളരുന്നത്. പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളും അതിൻ്റെ വളർച്ചയെല്ലാം പതുക്കെയാണ്. നമ്മൾ ഒരു കുഞ്ഞു വളരുന്നത് അത് പതുക്കെയാണ്. ഒരു വിദ്യാർത്ഥി അവൻ റാങ്ക് നേടുന്നത്, മാർക്ക് നേടുന്നത് അത് പതുക്കെ ഒരു വർഷത്തോളം അല്ലെങ്കിൽ 10 വർഷത്തോളം പഠനത്തിൽ പതുക്കെയാണ്. ഒരു ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്നത് പതുക്കെയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും, വലിയ ഫലങ്ങളുള്ള ഓരോ കാര്യങ്ങളുടെയും വളർച്ച വളരെ പതുക്കെയാണ്. നമുക്കറിയാം ചൈനീസ് ബാമ്പുവിൻ്റെ കഥ. ചൈനീസ് ബാമ്പു അത് ഒരു വിത്ത് നട്ടാൽ ആദ്യത്തെ 5 വർഷം നമുക്ക് ഭൂമിക്ക് മുകളിൽ ഒന്നും കാണാൻ സാധിക്കുകയില്ല. 5 വർഷത്തിന് ശേഷം അതൊരു വളർച്ചയായിരിക്കും. വലിയ നീളത്തിൽ, വലിയ ഹൈറ്റിൽ വലിയൊരു വളർച്ചയായിരിക്കും. ഒരു 3 മാസം കൊണ്ട് 150ഓളം അടി ഉയരത്തിൽ അത് വളരും. അപ്പോൾ നമ്മൾ പറയുക, ഒരു പക്ഷേ നമ്മൾ പറയുക അതിൻ്റെ വളർച്ച ഈ 3 മാസം കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് മാത്രമല്ല വളർച്ച, നമ്മൾ കാണാത്തതിനപ്പുറം വലിയൊരു ലോകമുണ്ട്, അവിടെയും വളർച്ച നടക്കുന്നുണ്ട്. ആ ചൈനീസ് ബാബുവിന് ഈ 150 അടി ഹൈറ്റിൽ നിൽക്കാനുള്ള അടിത്തറയായിരുന്നു ആദ്യത്തെ 5 വർഷമുണ്ടായത്. ഇങ്ങനെ ഓരോ കാര്യത്തിലും, പ്രകൃതിയിലായാലും മറ്റു നമ്മളെ ചുറ്റുപാടിലെയും ഓരോ കാര്യങ്ങൾ നോക്കിയാലും നല്ല മൂല്യമുള്ള, നല്ല ശക്തിയായ ഫലങ്ങളുള്ള ഓരോ സംഗതിയുടെയും വളർച്ച പതുക്കെ ആയിരിക്കും. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ വൈൻ കല്ല. അതായത് വളരെ ഈ നമ്മളെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ആപ്റ്റായ ഒരു ഹദീസാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ടത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, അത് ഏറ്റവും കുറഞ്ഞതാണെങ്കിലും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് ദൈവത്തിനും ഇഷ്ടപ്പെടും, നമുക്ക് വളർച്ചയിലേക്കും വലിയ പുരോഗതി ഉണ്ടാവും. നമ്മളൊരു ഉപമ പറയുകയാണെങ്കിൽ, നമ്മളൊരു തൊണ്ടിൽ എല്ലാ ദിവസവും 10 രൂപ വെച്ചിടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ഇല്ല, വലിയ ബുദ്ധിമുട്ടില്ല. 10 രൂപയെ അവിടെ മാറ്റി വെക്കുന്നുള്ളൂ. പക്ഷേ അത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അത് വലിയൊരു സംഖ്യയായിട്ട് മാറിയിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും ചെറിയ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം, അൾട്ടിമേറ്റ് ഫലം വലുതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിന് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക, അതിലൂടെ വലിയ അറിവുകൾ കരസ്ഥമാക്കുക. നമ്മളെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എക്സസൈസ് ചെയ്യുക. നമ്മുടെ ആരോഗ്യ സമ്പുഷ്ടമാക്കുക. നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിലാവാൻ നമ്മളെ ബന്ധുക്കളോട് കുറഞ്ഞ സമയം സംസാരിക്കാൻ സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ്, നമ്മൾ ജോലിക്ക് പോകുന്ന സമയം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അതിനെ കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സമയം രാത്രി ഭക്ഷണം നമ്മൾ ഒരുമിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും കുറഞ്ഞ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം വലിയ വിജയത്തിലാക്കാം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.